Hello guys, so welcome back to Safumbi Lallumbi series. അപ്പോൾ കഴിഞ്ഞ ദിവസം സഫ ഒഫീഷ്യൽ ഒരു വീഡിയോ ഇട്ടിട്ടുണ്ടായിരുന്നു സ്പൈക്കുട്ടനെ പറ്റിയിട്ട്. സ്പൈക്കുട്ടനെ പറഞ്ഞു പഠിപ്പിച്ച് കള്ളങ്ങൾ വെളിപ്പെടുത്തുന്നു, പുറത്താക്കുന്നു, ഞാൻ റിയാക്ഷൻ ചെയ്യുന്നു. അപ്പം എന്തുകൊണ്ടാണ് ഞാൻ വീഡിയോ ചെയ്യാത്തത് എന്ന് എനിക്ക് കുറേ മെസ്സേജ് വന്നു. 2 ദിവസമായിട്ട് പ്രതികരണമൊന്നും ഇല്ലല്ലോ, അപ്പോൾ ഇത്തയുടെ ഭാഗത്ത് തെറ്റുള്ളതുകൊണ്ടാണോ എന്ന് ചോദിച്ചവരോട് എനിക്ക് പറയാനുള്ളത്, ഞാൻ 2 ദിവസമായിട്ട് കൊച്ചിയിൽ ഷൂട്ടിന് പോയേക്കുമായിരുന്നു. ഇത് വ്യാജ ഷൂട്ടൊന്നുമല്ല, മലപ്പുറം തൃശ്ശൂർ എന്ന് പറയുന്ന പോലെ ഷൂട്ടെന്ന വ്യാജേനെ ഇൻസ്റ്റഗ്രാം അക്കൗണ്ട് ഇല്ലാണ്ട് ഞാൻ പോയി ചെയ്യുന്ന ഷൂട്ടൊന്നുമല്ല. ഇത് ഒറിജിനൽ ഷൂട്ടാണ്. ആൻഡ് ഈ ഷൂട്ടിൻ്റെ ദൃശ്യങ്ങൾ നിങ്ങൾക്ക് നാളെ കാണാൻ പറ്റും എൻ്റെ ഇൻസ്റ്റഗ്രാമിൽ. ഇൻസ്റ്റഗ്രാം ലോകത്ത് അത് പുറത്തു വരുന്നതായിരിക്കും. ഞാൻ എന്തായാലും ഷൂട്ടൊന്നും മുക്കത്തില്ല. സോ ബേസിക്കലി ഈ വീഡിയോയിൽ പറയുന്ന കുറച്ച് കാര്യങ്ങൾ, 51 മിനിറ്റ് ഉണ്ട് ഈ ലോങ് വീഡിയോ. 51 മിനിറ്റ് ആണ് പുള്ളിക്കാരി വീഡിയോ ചെയ്യുന്നത്. റീച്ചിനൊന്നും വേണ്ടിയിട്ടല്ല, പക്ഷെ വീഡിയോ ചെയ്തിട്ടുണ്ട്. അപ്പോൾ എന്താണേലും 51 മിനിറ്റ് എനിക്ക് ചിരട്ട മൂർച്ചയുടെ സൗണ്ട് കേൾക്കാൻ പറ്റത്തില്ല. ഞാൻ പേര് മാറ്റി, കള്ളിച്ച് മാറ്റി, ഞാൻ ചിരട്ട മൂർച്ചയാക്കി. കാരണം കള്ളിച്ച് അവൾ ഏറ്റെടുത്തു. എന്ത് സാധനവും എൻ്റെ അവൾക്ക് വേണമെന്നാണല്ലോ. എൻ്റെ പേര്, ഞാൻ ഇടുന്ന പേര്, ഞാൻ ഉപയോഗിച്ച ആള്, എൻ്റെ കൂടെ ഉണ്ടായിരുന്ന ആള്, എല്ലാം എൻ്റെ ആക്രികൾ മൊത്തം പുള്ളിക്കാരിക്ക് വേണം. അപ്പോൾ കള്ളിച്ച് ഞാൻ മാറ്റി ചിരട്ട മൂർച്ചയാക്കി. അപ്പോൾ ചിരട്ട മൂർച്ചയുടെ സൗണ്ട് ബേസിക്കലി എനിക്ക് 51 മിനിറ്റ്സ് കേൾക്കാൻ പറ്റത്തില്ല. സോ വീഡിയോയിലെ പ്രധാന ഭാഗങ്ങൾ ഞാനെടുത്ത് റിയാക്ട് ചെയ്യാം എന്ന് വിചാരിക്കുന്നു. സോ കോപ്പിറൈറ്റ് ഇഷ്യൂ ഉള്ളതുകൊണ്ട് വീഡിയോ ഞാനിവിടെ പ്ലേ ചെയ്യുന്നില്ല. പുള്ളിക്കാരുടെ ചാനലിൽ പോയി നിങ്ങൾക്ക് കാണാം. 51 മിനിറ്റുള്ള വീഡിയോ കണ്ടിട്ടുണ്ടാവും ഏകദേശം എല്ലാവരും. സോ അത് കുറച്ച് കാര്യങ്ങൾ ഞാൻ ഒന്ന് കാണിക്കുന്നു. ലല്ലുവിൻ്റെ കുറച്ച് കാര്യങ്ങളും ഈ വീഡിയോയിൽ കാണാൻ നിങ്ങൾക്ക് ഭാഗ്യമുണ്ട് ഗൈസ്. സോ hey guys, hey, what's up, how you doing? കേൾക്കാം. വീഡിയോ കാണാനിടയായി. അപ്പൊ അതിനെന്തായാലും റിയാക്ട് ചെയ്യണമെന്ന് നല്ല ആഗ്രഹമുണ്ട്. വീഡിയോ കാണാൻ ഇടയുണ്ടായ റിയാക്ട് ചെയ്യണമെന്ന് ആഗ്രഹമുണ്ട്. അതേ റിയാക്ഷൻ എനിക്ക് തിരിച്ചു തരണമെന്ന് എനിക്ക് അതിയായ ആഗ്രഹമുണ്ട്. 2 ദിവസം കൊച്ചിയിൽ ഷൂട്ട് ചെയ്യാൻ നിൽക്കുമ്പോഴേ എൻ്റെ മനസ്സിൽ എനിക്കിത് റിയാക്ട് ചെയ്യാൻ പറ്റുന്നില്ലല്ലോ, എനിക്കിത് പറയാൻ പറ്റുന്നില്ലല്ലോ എന്നുള്ള പ്രഷറിലാണ് ഞാൻ ചെയ്യുന്നത്. പക്ഷെ എനിക്കൊരു ഡൗട്ട് ഇവിടെ വരുന്നത് എന്താണെന്ന് വെച്ചാൽ, ഞാൻ ഇത്രയും കാര്യം ലല്ലുവിൻ്റെ പറഞ്ഞു, ലല്ലുവിൻ്റെ ഷഡ്ഡി എങ്ങനെ നിന്റെ റൂമിൽ വന്നു? ലല്ലുവായിട്ട് നിനക്ക് ഇപ്പോൾ കണക്ഷൻ ഇല്ലെന്ന് പറഞ്ഞു ചില സ്ഥലത്ത്, പിന്നെ കണക്ഷൻ വരുന്നു, പിന്നെ നിങ്ങൾ കേസിൻ്റെ കാര്യത്തിൽ മാത്രമേ കാണാറുള്ളെന്ന് പറയുന്നു, പിന്നെ നിങ്ങൾ തമ്മിൽ വലിയ കോണ്ടാക്ട് ഇല്ല, പിന്നെ ചില ഇൻ്റർവ്യൂവിൽ കള്ളം പറയുന്നു, മലപ്പുറത്തെയും തൃശ്ശൂരിൻ്റെ ഷൂട്ടൊന്നും പുറത്ത് ഔട്ട് വരുന്നില്ല, അങ്ങനെ ചില സംശയങ്ങൾ. അപ്പോൾ ആ സംശയങ്ങൾക്കൊന്നും ഇതുവരെ ഉത്തരം തന്നില്ല. ലല്ലുവിൻ്റെ ഭാഗങ്ങൾ മാത്രം മുക്കിക്കൊണ്ട് ഞാൻ ഇത്രയും വീഡിയോ ലല്ലുവിൻ്റെ നിൻ്റെ ചെയ്തിട്ട് നീ അത് റിയാക്ട് ചെയ്തില്ല. എൻ്റെ വിഷയം അതാണ്. എൻ്റെ വിഷയം സ്പൈക്കുട്ടനല്ല. ഞാൻ ഓൾറെഡി പറഞ്ഞല്ലോ, ഇത് വേറെ ആൾ പറയുന്ന കാര്യം, ഞാൻ ഇൻ്റർവ്യൂ മുഖേന എടുത്തിട്ട ഒരു കാര്യം. ഞാൻ ഒറിജിനലി ചോദിക്കുന്ന ചോദ്യങ്ങൾക്ക് നിനക്ക് ഉത്തരവുണ്ടോ? ഡു യു ഹാവ് ആൻ ആൻസർ? അതാണ് ഞാൻ ചോദിക്കുന്നത്. അതിന് ഉത്തരം ഇല്ലെങ്കിൽ പിന്നെ എന്തിനാണ് ഈ വിഷയം മാത്രം റിയാക്ട് ചെയ്യുന്നത്? അപ്പോൾ വേറെ കാര്യങ്ങൾക്കൊന്നും ഉത്തരം പറയാൻ പറ്റത്തില്ലേ? എന്തെങ്കിലും ഒളിവിൽ നടക്കുന്നുണ്ടോ? അതുകൊണ്ടാണ് ഉത്തരം പറയാൻ പറ്റാത്തത്. കാരണം ഒളിവിൽ നടക്കുന്ന കാര്യങ്ങൾ ഇവിടെ വരുന്നുണ്ട്. കാണിക്കാം, വീഡിയോയിൽ കാണിക്കാം. ഓക്കെ, ആദ്യം പുള്ളിക്കാരി പറയുന്നത് ഞാൻ ഒന്ന് റിയാക്ട് ചെയ്ത് പോട്ടെ. ഈ ചിരട്ട മുറിച്ചയുടെ റിയാക്ഷൻ ഞാൻ ചെയ്യണമല്ലോ. കള്ളത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു കൊടുക്കുന്നത് കുട്ടിക്ക്. ഇത് എല്ലാവർക്കും മനസ്സിലായി കൊച്ചു പറയുന്നത് കള്ളത്തരമാണ്. അവിടെ ഇവിടെ തൊടാത്ത കുറെ കാര്യങ്ങളാണ് പറഞ്ഞു കൊടുക്കുന്നത്. ആര് പറഞ്ഞു കൊടുക്കുന്നത് ഒന്ന് വ്യക്തമാക്കാവോ? ആരാണ് കുട്ടിക്ക് കള്ളത്തരം പറഞ്ഞു കൊടുക്കുന്നത്? എന്നെ കുറെ കള്ളിച്ചി എന്ന് പറഞ്ഞ ആള് കള്ളത്തരം പറഞ്ഞു കൊടുക്കുമ്പോൾ നല്ലോണം പഠിപ്പിച്ചു കൊടുക്കണ്ടേ? ഞാൻ കള്ളത്തരം പറഞ്ഞു കൊടുത്തു. ഞാൻ കള്ളത്തരം പറഞ്ഞു കൊടുക്കുന്ന തെളിവ് ഉണ്ടോ? എൻ്റെ കുറേ വോയിസ് റെക്കോർഡ് അതിൽ കേൾപ്പിക്കുന്നുണ്ട്. അമ്മയും മോൻ്റെയും വോയിസ് റെക്കോർഡ് കേൾപ്പിക്കുന്നുണ്ട്. ഫസ്മിന എന്ന് പറയുന്ന ഞാൻ, എൻ്റെ പേരാണ് ഫസ്മിന. സഫയ്ക്ക് ഇത് മനസ്സിലാവുന്നുണ്ടോ? അപ്പോൾ ഫസ്മിന എന്ന് പറയുന്ന ഞാൻ, നിങ്ങൾ ഇന്ന പോലെ അഭിനയിക്കണം വീഡിയോയിൽ, നിങ്ങൾ ഇങ്ങനെ പോലെ സംസാരിക്കണം, ഞാൻ അങ്ങോട്ട് കോണ്ടാക്ട് ചെയ്യുന്നത്, ഞാൻ അങ്ങോട്ട് വിളിച്ചിട്ട് ഇൻ്റർവ്യൂവിന് വിളിക്കുന്നത്, അങ്ങനെ എന്തെങ്കിലും ഒരു സംഭാഷണം ഉണ്ടെങ്കിൽ സഫ ഒഫീഷ്യൽ അത് ചാനലിൽ പുറത്ത് വിടേണ്ടതാണ്. ഞാൻ പറയാത്ത കാര്യങ്ങൾ എൻ്റെ തലയിലോട്ട് മെക്കിട്ട് വെക്കല്ലേ ചിരട്ട മൂർച്ചി. പ്ലീസ് കം ഓൺ, ഹാവ് സം ബേസിക് കോമൺ സെൻസ് ബ്രോ. ഞാൻ ചെയ്തിട്ടില്ല. എനിക്ക് ഈ സ്ക്രിപ്റ്റിൽ ഭാഗമല്ല. ഇനി തന്നെ അവർ കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ, അവർ കള്ളമാണ് പറയുന്നതെങ്കിൽ എനിക്കത് അറിയത്തില്ല. അവർ പറഞ്ഞ കാര്യം കേട്ടിട്ട് ഞാൻ അവരെ വിളിച്ചിരുത്തി ഇൻ്റർവ്യൂ നടത്തി. ഓക്കെ, അപ്പം എൻ്റെ വീഡിയോയിൽ ഡിസ്ക്ലെയിമറായിട്ട് വെണ്ടയ്ക്ക അക്ഷരത്തിൽ ഡിസ്ക്ലെയിമർ ഞാൻ കൊടുത്തിട്ടുണ്ട് വീഡിയോയുടെ താഴെ. ഫ്രണ്ടിൽ ഞാൻ കൊടുത്തില്ല, അതെൻ്റെ മിസ്റ്റേക്കാണ്. ഞാൻ താഴെ കൊടുത്തിട്ടുണ്ട്.
ചോദിക്കുന്ന ചോദ്യം ക്രെഡിബിലിറ്റിയോട് ചോദിക്കുക. ആൻസർ തരുന്ന ആളുടെ ഉള്ളിൽ ഞാൻ ഇരിക്കുന്നില്ല. ആൻസർ ഒരാളുടെ ഇഷ്ടത്തിനാണ് ഉത്തരം തരുന്നത്. അല്ലാണ്ട് അവർ സത്യം പറയുന്നോ കള്ളം പറയുന്നോ എന്ന് എനിക്ക് പറയാൻ അർഹതയില്ല, എനിക്ക് പറയാൻ യോഗ്യതയില്ല. ബിക്കോസ് അവരാണ് ഉത്തരം തരുന്നത്. മനസ്സിലായി ചിരട്ട മൂർച്ചി. നമ്മളൊരു കോടതിയിൽ ഇരിക്കുമ്പം ഈ രണ്ട് സൈഡും വാദം കേൾക്കുന്നുണ്ടല്ലോ. അപ്പൊ അതിൽ രണ്ടുപേരും പറയുന്നത് സത്യമാണോ, ഒരാൾ പറയുന്നത് കള്ളമില്ലേ? അതുപോലെ തന്നെയാണ് ഇവിടെ. എന്ന് വെച്ച് അവിടെ ഇരിക്കുന്ന കോടതിയിൽ ഇരിക്കുന്ന ജഡ്ജിനെ പിടിച്ച് നിങ്ങൾ കൊങ്ങിക്ക് ഏറ്റുവോ? ഇല്ല. കുറച്ച് ബുദ്ധിയോടെ ചിന്തിക്കൂ. എന്താണിത്? എല്ലാം ഇങ്ങനെ പറഞ്ഞു തരണോ? എല്ലാം ഞാൻ ഇങ്ങനെ റിയാക്ട് ചെയ്ത് പറഞ്ഞു തരണോ? എൻ്റെ അടുത്ത് പറയുമല്ലോ നല്ലോണം പഠിച്ചിട്ട് വരാൻ. ഞാൻ പറഞ്ഞ കാര്യങ്ങൾ തന്നെ ഞാൻ എല്ലാ ഇന്റർവ്യൂവിലും പറഞ്ഞിട്ടുള്ളൂ. അത് നീ കട്ട് ചെയ്ത് അവിടെ ഇവിടെ വിടുമ്പോൾ ഒരു ബന്ധമില്ലാത്ത രീതിക്കാവും. ഞാൻ കട്ട് ചെയ്ത് ഇട്ടപ്പോൾ വരുന്ന ഗൈസ് നിങ്ങൾ എന്നോട് ക്ഷമിക്കണം. ഞാൻ കട്ട് ചെയ്തുകൊണ്ട് മാത്രമാണ് സഫയ്ക്ക് കള്ളത്തരങ്ങൾ പറ്റി പോകുന്നത്. തിരൂരിൽ നിങ്ങളുടെ കൂടെ ഉണ്ടായിരുന്ന ആളാരാ? എന്റെ കൂടെയോ? എന്റെ ഡ്രൈവർ. അതിലല്ലോ അല്ല. ഒറ്റയ്ക്ക് തന്നെയാണോ കേസിനും കാര്യങ്ങൾക്കൊക്കെ പോകുന്നത്? നമ്മൾ പോലീസ് സ്റ്റേഷനിൽ പോയപ്പോ ആല് വെച്ച് ഒരുമിച്ച് പോയായിരുന്നു. ഷൂട്ടിന്റെ കാര്യത്തിന് ഞാൻ മലപ്പുറം പോയായിരുന്നു. എനിക്കൊരു ഷൂട്ട് ഉണ്ടായിരുന്നു തൃശ്ശൂര്. അപ്പൊ അഡ്വക്കേറ്റ് എൻ്റെ അടുത്ത് പറഞ്ഞിട്ടുള്ളത് കമന്റ് റിപ്ലൈ കൊടുക്കാനോ വീഡിയോ ഇടുമ്പോൾ റിപ്ലൈ കൊടുക്കാനോ ഒന്നിനും റിപ്ലൈ കൊടുക്കാൻ നിൽക്കരുതെന്ന്. അവർക്ക് കുറച്ച് ഇപ്പൊ ഫണ്ടിന് ആവശ്യം ഉണ്ടാവുമായിരിക്കും. അപ്പൊ കോണ്ടന്റ് എടുത്തോട്ട്. ഞാൻ എനിക്ക് അറേഞ്ച് ആക്കി തരും, പേടിക്കണ്ട. ഓക്കെ, പക്ഷെ നമുക്കൊന്ന് കാണാൻ പറ്റും. നീ അതിന് റിട്ടേൺ തന്നില്ലേ പ്രശ്നമായി. അതിനെക്കൊണ്ട് നമുക്കെന്തെങ്കിലും ഉപകാരം നീ ചെയ്തു തരുമല്ലോ, അത് മതി. അത്രയും. അല്ലാണ്ട് ഒരിക്കലും സഫ എവിടെയും പറഞ്ഞിട്ടില്ല തൃശ്ശൂർ ഷൂട്ടാണ്, മലപ്പുറം ഷൂട്ടാണ്, ഇന്ന സ്ഥലത്ത് അവിടെയായിരുന്നു, ഇന്ന സ്ഥലത്ത് ഇവിടെയായിരുന്നു. ലല്ലുവിന്റെ കോണ്ടാക്ട് ഇപ്പൊ ഇല്ല. ലല്ലുവായിട്ട് ഇപ്പൊ കോണ്ടാക്ട് ഉണ്ട്, ഇപ്പൊ ബന്ധമുണ്ട്. അയ്യോ, പക്ഷെ കേസിന്റെ കാര്യത്തിലാണ് ലല്ലുവായിട്ട് ഇപ്പൊ ഞങ്ങൾ സംസാരിക്കാറുണ്ട്. കണ്ടിട്ടുണ്ടോ എന്ന് ചോദിച്ചാൽ ഇതൊക്കെ ഞാൻ കട്ട് ചെയ്യുന്നതാണോ? Come on babe, come on. At least 23 ആണല്ലോ, 23 ആണെന്ന് തോന്നുന്നു വയസ്സ്. ഇത്രയും പക്വതയിലേമേൽ ഉത്തരം തരല്ലേ? ഞാൻ കട്ട് ചെയ്ത്, നമ്മൾ എത്ര ഒരു ഭാഗം കട്ട് ചെയ്ത്, എൻ്റെ വീഡിയോ മോള് കട്ട് ചെയ്തോ, ഞാൻ എൻ്റെ യൂട്യൂബ് ചാനലിൽ ഇടുന്ന വീഡിയോ കട്ട് ചെയ്താലും നിനക്ക് ഒരിക്കലും ഞാൻ പറയുന്ന സാധനം എവിടെ മാറിപ്പോകുന്നില്ല. പക്ഷെ നീ പറയുന്ന സംസാരം മാറിപ്പോകുന്നുണ്ട്. മനസ്സിലായി? അതെന്താന്ന് വെച്ചാൽ നിനക്ക് സ്റ്റാൻഡ് ഇല്ല, ഇല്ല, അതുകൊണ്ടാണ് മാറിപ്പോകുന്നത്. ഈ ഒരു സമയത്ത് തന്നെയാണ് മാനുവിന് ഇന്റർവ്യൂ എടുത്തത്. ഈ സെയിം ഡ്രസ്സാണ് ഫസ്മിന് ഇട്ടിട്ടുള്ളത്. സെയിം ഡേ തന്നെയാണ് അവരുടെ ഇന്റർവ്യൂ. അപ്പൊ രണ്ടാളും കൂടി കഥ പറഞ്ഞു കൊടുത്തപ്പോൾ അവിടെ ഇവിടെയൊക്കെ തോണ്ടാത്ത രീതിയിലാണ് കഥ പറഞ്ഞു കൊടുത്തത്. കഥ തോണ്ടുക? വാട്ട് ഡു യു മീൻ? സോ ബേസിക്കലി ഞാൻ പറയാം. മെഹനുടെ ചാറ്റ് ഞാൻ വിടാം. മെഹനു 4 കണ്ണ് പിടിക്കുന്നില്ല റബ്ബ്. 4:40 ആയപ്പം എനിക്ക് മെസ്സേജ് അയച്ചിട്ട് പറഞ്ഞു അങ്കമാലി ടു ലൊക്കേഷൻ എത്തേണ്ട ദൂരം. ഊബറിൽ വന്നാൽ ലേറ്റ് ആവും, ഫ്രണ്ടായിട്ടാണ് വരുന്നത്. മെഹനു വന്നത് ഫ്രണ്ടായിട്ടാണ് സ്റ്റുഡിയോയിലോട്ട്. 4:40 മെഹനു എത്തിയിട്ടില്ല. ഓക്കെ, ഇനി കൊച്ചിന് ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞ്, കൊച്ചിന് ഉച്ചയ്ക്കാണ് ഇന്റർവ്യൂ എടുക്കുന്നത്. ഇന്റർവ്യൂ എടുത്തു കഴിഞ്ഞ് ഞാൻ തിരിച്ച് ഊബറിൽ വിട്ട ടൈം 4:15 ഞാൻ ഊബറിൽ കയറ്റി. 4:41 കൊച്ചി എടയപുരം എത്തി. ഓക്കെ, അപ്പം രണ്ടുപേരും എൻ്റെ അടുത്ത് ഒരേ സെയിം ടൈമിൽ ഉണ്ടായിട്ടില്ല. മനസ്സിലാവുന്നുണ്ടോ? തെളിവോട് വെച്ച് സംസാരിക്കണമല്ലോ, അതുകൊണ്ടാണ് ചിരട്ടി മുറിച്ച് തെളിവ് ഞാൻ വെച്ചേക്കുന്നത്. ചിരട്ട മുറിച്ച് തെളിവോട് വെച്ച് അതുകൊണ്ടാണ് ഞാൻ സംസാരിക്കുന്നത്. മെഹന് വരുന്ന ടൈമും കൊച്ചുള്ള ടൈമും രണ്ടാണ്. മനസ്സിലായോ? ആരാണ് വന്നത്? അപ്പോൾ അത്രേ ഉള്ളൂ. രണ്ട് സമയം. ഓക്കെ, രണ്ടുപേരും ഒരേ സമയത്ത് അവിടെ ഉണ്ടായിട്ടില്ല. ഇപ്പൊ ബോധ്യമായില്ലേ? ഇപ്പൊ അടിച്ചണ്ണാക്കിൽ അത് കിട്ടിയില്ലേ? മെഹനുവിനെ ഇന്റർവ്യൂ എടുക്കുന്നുണ്ട്. ഞാൻ ഒളിച്ചും മറിഞ്ഞും എവിടെയും പോയിട്ടില്ല. എനിക്ക് വേണേ ഒളിച്ചും മറിഞ്ഞും ചെയ്യാം, പക്ഷേ ഞാൻ അങ്ങനെ ചെയ്തിട്ടില്ല. ഞാൻ കോണ്ടാക്ട് ഇല്ല, കണ്ടിട്ടില്ല, പോയിട്ടില്ല എന്ന് ഞാൻ പറഞ്ഞിട്ടില്ല. ഞാൻ മെഹനുവിനെ ഒറ്റവട്ടം പേഴ്സണലി കണ്ടിട്ടുള്ളൂ. അത് ഈ പോഡ്കാസ്റ്റിനാണ്. ആൻഡ് പോഡ്കാസ്റ്റ് കഴിഞ്ഞ് പുള്ളിയുടെ വഴിക്ക് പോയി, ഞാൻ എൻ്റെ വഴിക്കും പോയി. പിന്നെ കണ്ടത് എപ്പോഴാന്ന് വെച്ചാൽ അതേ ദിവസം രാത്രി പോലീസ് ആരുടെയോ ഫ്ലാറ്റിൽ നിന്ന് പൊക്കിയപ്പോഴത്തേക്കും ഒന്ന് കാണേണ്ട അവസ്ഥ വന്നു മെഹനുവിന്. ഈ ഒരു ഇൻസിഡന്റ് ഈ ഒരു ദിവസമാണ്, സൺഡേ ആണ് ഞാൻ മെഹനാസിനെ 2 വട്ടം കണ്ടത്. ഞാനെന്ന് പറയുന്ന വ്യക്തി കഥ പറഞ്ഞു കൊടുത്തിട്ടില്ല ആരെയും. ഓക്കെ, ഇനിയിപ്പോൾ കൊച്ചും അമ്മയും കള്ളം പറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിൽ എനിക്ക് റോളില്ല. ഞാൻ അവരോട് കള്ളം പറയണം എന്ന് പറയേണ്ട ആവശ്യം എനിക്ക് വന്നിട്ടില്ല. അങ്ങനെ ഒരു സംഭവം ഉണ്ടെങ്കിൽ ഞാൻ പറഞ്ഞല്ലോ, ഞാൻ പറയുന്ന എന്തെങ്കിലും ഒരു കാര്യത്തിന് നിങ്ങൾ കള്ളത്തരം ഉണ്ടെന്ന് കൊണ്ടുവരികയാണെങ്കിൽ ഞാൻ യൂട്യൂബ് നിർത്തിപ്പോവാം. ഞാൻ യൂട്യൂബ് നിർത്തിപ്പോവാൻ കൊതിക്കുന്ന ഒരുപാട് ഹൃദയങ്ങളുണ്ട് സഫ.
എടി ചിരട്ട മുറിച്ച് പ്ലീസ് അവരെങ്കിലും നീ ഒന്ന് രക്ഷിക്കൂ. എൻ്റെ യൂട്യൂബ് ചാനൽ അടിച്ചു പോകണമെന്ന് പ്രാർത്ഥിക്കുന്ന ഇഷ്ടംപോലെ ആൾക്കാരുണ്ട്. അപ്പോൾ അവർക്ക് വേണ്ടിയെങ്കിലും നീ അങ്ങനെ ഒരു തെളിവ് ഉണ്ടാക്കിക്കൊണ്ട് വാ. ഞാൻ സ്ക്രിപ്റ്റ് ആക്കി എന്നുള്ളൊരു സംഭവം, ഈ ഒരു സംഭവം. ഓക്കെ, വീഡിയോ കോളിലാണ് എടുത്തത്, ക്യാമറ ഷൂട്ട് ചെയ്തത്. എന്ത് ചോദ്യ പൊന്നു മോളെ. റമദാൻ മാസം ഞാൻ കുറച്ച് ഡീസൻ്റ് ആയിട്ടൊക്കെ പറയുള്ളൂ. കളിച്ചി ഇത് ഞാൻ പറഞ്ഞുതരാം, ഇതിനുള്ള മറുപടി തരാം. എന്താ എക്സ്പ്രഷൻ? ആ എക്സ്പ്രഷൻ നിങ്ങളൊന്നുകൂടെ കാണണേ. കളിച്ചി ഇത് ഞാൻ പറഞ്ഞു. ഏത് മൂടത്? അത് വേറെ ഏതോ മൂടായിട്ട് തോന്നുന്നത്. ആ പോട്ടെ, അതല്ല നമ്മുടെ വിഷയം. കള്ളിച്ചീന്ന് കണ്ട, ഞാൻ പറഞ്ഞില്ല ഇവളെ ഞാൻ വിളിക്കുന്ന പേര് ഇവളെ എന്നെ തിരിച്ചു വിളിക്കണം. ബിക്കോസ് എൻ്റെ സാധനമല്ലേ ഇവക്ക് വേണം. എൻ്റേതല്ലാത്തൊരു സാധനം, ഞാൻ ഒഴിവാക്കിയൊരു സാധനം ഇവളിപ്പോൾ എടുത്തു. മനസ്സിലായോ? ആ ചെറുക്കനെ, ഈ മൊണ്ണേനെ ഇവൾ കൊണ്ടുപോയി. എനിക്ക് കുഴപ്പമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഡിവേഴ്സ് തരൂ കുട്ടാ. നിനക്ക് അവൻ്റെ കൂടെ ജീവിക്കാൻ അത്ര ആഗ്രഹമാണെങ്കിൽ നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കി എനിക്ക് ആ ഡിവേഴ്സ് തരൂ. എൻ്റെ നിന്ന് വാങ്ങിച്ച പൈസയും തരുമോ? നിങ്ങൾ ഊബറൊക്കെ ഓടിച്ച് നിങ്ങൾ അടിപൊളിയായിട്ട് ജീവിക്കുന്നില്ല. അപ്പം എൻ്റെ പൈസയും എൻ്റെ ഡിവോഴ്സും തന്നൂടെ? എനിക്ക് വേറെ അടിപൊളിയായിട്ട് ജീവിക്കണം. എനിക്കൊരു ലൈഫില്ലേ? എന്താണ് കുട്ട അത് മനസ്സിലാക്കാത്തത്? പിന്നെ നീ ചോദിക്കുന്നുണ്ട് ഇതെന്ത് ചോദ്യമാണ് ചോദിക്കുന്നതെന്ന്. ഞാൻ കുട്ടിയോട് ചോദിച്ചത്, കുട്ടിയുടെ ഫോണിൽ നോർമലി റെക്കോർഡ് ചെയ്തതാണോ അതോ വീഡിയോ കോളിലാണോ കാണിച്ച്? അതായത് എവിടെയോ ഞാൻ എന്തോ കേട്ടു, മെഹനാസിനെ വീഡിയോ കോളിൽ കാണിച്ചപ്പോഴത്തേക്കും ഇത് റെക്കോർഡ് ആയതാണോ, അങ്ങനെ എന്തോ ഒരു സംഭവം ഞാൻ കേട്ടു. കേട്ടതിനാണോ എനിക്കറിയത്തില്ല. ആ ഒരു ബേസിലാണ് ഞാൻ ആ ചോദ്യം ചോദിക്കുന്നത്. ഞാൻ ഈ ചോദിക്കുന്ന ചോദ്യം ഒന്നും പ്രിപ്പയർ ചെയ്ത് ചോദിക്കുന്നില്ല. എൻ്റെ കയ്യിൽ നിന്ന് എടുത്ത് ഞാൻ ചോദിക്കുന്നത്. ആ കൊച്ചു സംസാരിക്കുന്ന അനുസരിച്ച് ഞാൻ കൊടുക്കുന്ന ഉത്തരമാണ്. മനസ്സിലായോ? അല്ലാണ്ട് നീ പറയുന്ന പോലെ സ്ക്രിപ്റ്റ് പ്ലാൻ ഈ ഒരു സംഭവം നമുക്കില്ല. ഞാൻ പറയുന്നത് നീയും നിന്റെ ഊബർ ഡ്രൈവറും ലല്ലുവും ചേർന്നിട്ടാണല്ലോ സ്ക്രിപ്റ്റ് റെഡിയാക്കുന്നത്. നമുക്കൊന്നും അത്ര ആൾക്കാരില്ലടാ, അത്രയൊന്നും പറ്റുന്നില്ല കുട്ടാ. എവിടെ ഇതിലെ ഏത് ഭാഗത്തെ ലല്ലു ഉണ്ടായത്? ലല്ലു നിന്ന സൈഡ് ഏതാ? എന്താ ഞാൻ കേട്ടില്ല. ഇതിലെ ഏത് ഭാഗത്തെ ലല്ലു ഉണ്ടായത്? ലല്ലു നിന്ന സൈഡ് ഏതാ? ലല്ലു നിന്ന് സൈഡ് ഏതാന്ന് അവള് തന്നെ ചോദിക്കുന്ന ആ കൊച്ചിൻ്റെ അടുത്ത്. അപ്പൊ നീ ഇന്റർവ്യൂവിൽ പറഞ്ഞ ലല്ലു ഇല്ലായിരുന്നു, ലല്ലുവിനെ കണ്ടിട്ടില്ലായിരുന്നല്ലേ. ഇപ്പൊ നീ ആ കൊച്ചിനോട് ചോദിക്കുന്നത് ലല്ലു ഏത് സൈഡാണ് നിൽക്കുന്നതെന്ന്. വാവ്, മാറിപ്പോയതായിരിക്കും അല്ലേ? ഇറ്റ്സ് ഓക്കെ, ഇടയ്ക്ക് മാറിപ്പോവും, മനസ്സിലാവും എനിക്ക്. സ്ക്രിപ്റ്റ് മാറിപ്പോയല്ലോ. എന്റെ മുന്നിട്ട് വീഡിയോ കൂടി നോക്കിയിട്ട് വേണ്ടേ അവന് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കാൻ? സ്ക്രിപ്റ്റ് ആർക്കാ കുട്ടാ മാറിപ്പോകുന്നത്? ആർക്കാണ് കുട്ടാ സ്ക്രിപ്റ്റ് മാറിപ്പോയി ആൾക്കാരുടെ മുന്നിൽ ഇങ്ങനെ പോയി പെടുന്നത്? നിങ്ങളെല്ലാം ലൈവായിട്ട് ആൾക്കാർ ഒരു സ്ഥലത്തുനിന്ന് പൊക്കുന്നേ. എന്നെയാണോ പൊക്കുന്നത്? എനിക്ക് ഡിവേഴ്സ് തരാത്ത ഭർത്താവിൻ്റെ കൂടെ നീ എല്ലായിടത്തും പോകുന്നുണ്ട്. എന്താ ചെയ്യുക മക്കളെ? നിങ്ങൾ ഒരുമിച്ച് ജീവിച്ചാൽ എനിക്ക് പ്രശ്നമില്ല. പക്ഷെ ഞാൻ പറഞ്ഞല്ലോ, ഈ ഒരു സംഭവം ഇടയിൽ നിൽക്കുന്നുണ്ട്. അത് നീ അവനെ പറഞ്ഞ് മനസ്സിലാക്കുക. നിങ്ങൾ ഒരുമിച്ച് ഈ വീഡിയോ കാണുന്നെങ്കിൽ മനസ്സിലാക്കുക. എന്നിട്ട് നിങ്ങൾ ഹാപ്പി ആയിട്ട് ഒരുമിച്ച് ജീവിക്കുക. ബിക്കോസ് എനിക്ക് ആ വൈബ് കിട്ടുന്നുണ്ട്, ആ ഒരു കള്ളിച്ചി പ്ലസ് മൊണ്ണ വൈബ്. ഇറ്റ്സ് ലൈക്ക് ടമാർ പട, ചിൽ മാഡു കപ്പിൾസ് ആയിരിക്കും നിങ്ങൾ. നീ വലിയ സ്ക്രിപ്റ്റ് ഒക്കെ ഉണ്ടാക്കി പറയുന്ന ആളല്ലേ. ഇവിടെ എന്ത് പറ്റി നിനക്ക് മിസ്റ്റേക്ക് പറ്റാൻ കാരണം? ഞാൻ എന്താണ് സ്ക്രിപ്റ്റ് ഉണ്ടാക്കിയത്? ഞാൻ ഇന്റർവ്യൂവിൽ പോയി ഉത്തരങ്ങൾ മാറ്റി പറഞ്ഞോ അതോ എനിക്ക് മാറിപ്പോകുന്നുണ്ടോ? സംഭവങ്ങൾ ഓർത്തെടുക്കാൻ പറ്റുന്നില്ലേ? എനിക്ക് ഏത് സ്ക്രിപ്റ്റാണ് മാറിപ്പോയത്? എൻ്റെ അടുത്ത് ഇപ്പോൾ ബിഗിനിങ് ടു എൻഡ് വരെ ചോദിച്ചാൽ എനിക്ക് തന്ത ഒന്നേ ഉള്ളൂ, എനിക്ക് ഉത്തരം ഒന്നേ ഉണ്ടാവുള്ളൂ. എനിക്ക് കഥ മാറിപ്പോകത്തില്ല. നിനക്കാണ് കഥ മാറിപ്പോകുന്നത്. കഥ മാറിപ്പോകുന്നത് അറിഞ്ഞിട്ടും നീ ഡയലോഗ് അടിക്കുന്നെങ്കിൽ നിനക്ക് ആ സാധനം ഇല്ല. അതാണ് ഞാൻ പറയുന്നുള്ളൂ. 1 സെക്കൻഡ്, ഒന്ന് തിരിച്ചു പോവാം. രണ്ട് സ്ഥലമാണ് ഞാൻ ചോദിക്കുന്ന. ആ ചോദ്യം എന്താ കട്ട് ചെയ്ത വീഡിയോയിൽ ഫുൾ റിയാക്ഷൻ ചെയ്യുന്നുണ്ട്. വീഡിയോ എൻ്റെ വരെ റിയാക്ട് ചെയ്യുന്നുണ്ട്. പക്ഷെ ഒരു ഭാഗം മാത്രം എൻ്റെ കട്ട് ചെയ്തു. അതെന്താ? അപ്പൊ നമ്മൾ ആ ഭാഗം ഒന്ന് കേട്ടു നോക്കണ്ടേ? ആ ഭാഗം ഞാൻ എൻ്റെ വീഡിയോയിൽ കേൾപ്പിച്ചു തരാം, നിങ്ങൾ കണ്ടോ. അപ്പൊ പുള്ളിക്കാരി ആ വീഡിയോയിൽ ഫോൺ ഇങ്ങനെ നോക്കിയിട്ട് ഈ പറയുന്ന സഫയുടെയും ലല്ലുവിന്റെ ഒരു സംഭവം കാണിക്കുന്നുണ്ടല്ലോ. അതായത് ലല്ലു ഒരു ബ്ലൂ ഇതിന്റെ അവിടെ നിൽക്കുന്നു, സഫയുടെ വീടിന്റെ അവിടെ നിൽക്കുന്നു. രണ്ട് സ്ഥലമാണ് പുള്ളിക്കാരി പറയുന്നുണ്ട്. പക്ഷെ ഞാനത് വീഡിയോയിൽ കാണിച്ചായിരുന്നു ഒരേ സ്ഥലമാണ്. നിങ്ങളുടെ വീടിന് അടുത്തുള്ള 2 സ്ഥലം സെയിം സ്ഥലം തന്നെയല്ലേ? അതെ. ഓക്കെ, അപ്പൊ ഈ ഭാഗം എന്തിനാണ് കട്ട് ചെയ്തത്? നിങ്ങൾ സെയിം സ്ഥലമാണെന്നുള്ള ഭാഗം, വൈ ഡിഡ് യു കട്ട് ദാറ്റ് പാർട്ട്? നിങ്ങൾ ഒരേ സ്ഥലമാണല്ലോ, രണ്ടും ഒരേ അടുത്തുള്ള സ്ഥലമാണല്ലോ. അത് ഞാൻ ഇപ്പോൾ ഒന്നുകൂടെ കാണിച്ചു തരാം. കാണാത്തവരുണ്ടെങ്കിൽ ഒന്നുകൂടെ കാണിച്ചു തരാം. ലല്ലു നിന്ന സ്ഥലം ഇതാ, ഈ ബ്ലൂ ഗ്രില്ലിൻ്റെ അവിടെ ലല്ലു നിന്നു. വണ്ടി കുറച്ച് ഫ്രണ്ടിലോട്ട് പോകുന്നു. ഇങ്ങനെ പോകുമ്പോഴത്തേക്കും ആ ലബോറട്ടറി ഉണ്ടോ, ഇവിടെയാണ് സഫയുടെ വീട്. ഇവിടെ നിന്നാണ്
സഫ ഊബറിൽ ഇറങ്ങുന്നത്. അപ്പോൾ രണ്ട് സ്ഥലമല്ല, ഒരേ സ്ഥലമാണ്, 100 മീറ്റർ ഡിസ്റ്റൻസ്. അപ്പം എൻ്റെ വീഡിയോയിൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്ത് റിയാക്ട് ചെയ്യാൻ കാണിച്ച ആ മനസ്സ് നിങ്ങൾ കാണാണ്ട് പോയത്. എന്തുകൊണ്ട് ഉറപ്പിന് പറയാൻ പറ്റുന്നില്ലേ? കൊച്ചിൻ്റെ കാര്യം ഇത്ര ഉറപ്പോടെ സംസാരിക്കുന്നുണ്ട്, ഓക്കെ, ഐ അപ്രിഷിയേറ്റ് ഇറ്റ്. പക്ഷെ ലല്ലുവിൻ്റെ കാര്യം എന്തുകൊണ്ട് ഉറപ്പിന് സംസാരിക്കുന്നില്ല? എൻ്റെ കൂടെ ലല്ലു ഇല്ലായിരുന്നു, ലല്ലു അന്നത്തെ ദിവസം തിരൂരിന്ന്, ഞാൻ വെളുപ്പാൻ കാലത്ത് എൻ്റെ കൂടെ ലല്ലു ഇല്ലായിരുന്നു എന്ന് എന്തുകൊണ്ട് പറയാൻ പറ്റുന്നില്ല? വൈ? തിരൂരപ്പോൾ ലല്ലു വന്നായിരുന്നു, ഓക്കെ. തിരൂരിൽ നിന്ന് നിങ്ങൾ സ്റ്റേഷനിൽ നിന്ന് ഇറങ്ങിയ ദിവസം നിങ്ങൾ തിരൂർ 2 ദിവസം സ്റ്റേ ചെയ്തു. ആ സ്റ്റേ ചെയ്ത് തിരിച്ച് വന്ന് വെളുപ്പാങ്കാലത്ത് നീ നിൻ്റെ ഫ്ലാറ്റിലോട്ട് കയറുന്ന ദൃശ്യമാണിത്. അപ്പം വെളുപ്പാങ്കാലത്ത് നീ നിൻ്റെ ഫ്ലാറ്റിലോട്ട് കയറുമ്പം അതേ ദിവസം ലല്ലു വെളുപ്പാങ്കാലത്ത് അവിടെ നിൽക്കുന്നുണ്ടെങ്കിൽ നീ ലല്ലു ഒരുമിച്ചല്ലേ തിരൂരിൽ നിന്ന് ഇങ്ങോട്ട് വന്നത്? എന്തു പറ്റി? എന്താണ് നിങ്ങൾ ഒരുമിച്ചായത്? എനിക്ക് മനസ്സിലാവുന്നില്ല. ഒരുമിച്ചാന്ന് സമ്മതിക്കുന്നില്ല, പക്ഷെ ഒരുമിച്ചാന്ന് വെരി എവിഡൻ്റ് ആണ്. എൻ്റെ വീഡിയോയിൽ ആ ഭാഗം മാത്രം കട്ട് ചെയ്തു, ബിക്കോസ് എനിക്ക് ഉത്തരം മുട്ടി. അപ്പോൾ ഉത്തരം മുട്ടുമ്പം കൊഞ്ചനും കാട്ടിക്കൂട്ടുന്ന ചിരട്ട മൂർച്ചി, ഇതൊക്കെ നമ്മൾ ശ്രദ്ധിക്കണ്ടേ വീഡിയോ ചെയ്യുമ്പം? ഇതിൽ ഞാൻ എനിക്ക് തന്നെ ആ ഉത്തരം കേട്ടപ്പോൾ ഞാൻ തന്നെ ആലോചിച്ചു, സഫ മേനാസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞോ? ഏതെങ്കിലും പൊട്ടി അങ്ങനെ പറയോ? അവിഹിതം ഉണ്ടെങ്കിൽ നൈസായിട്ട് സൈഡിൽ കൂടെ കൊണ്ടുപോകാനല്ലേ നോക്കുള്ളൂ. ഈ വണ്ടി ഇത് മേനാസ് അയച്ചു കൊടുക്കാൻ പറഞ്ഞത് ഞാൻ തന്നെ ചിന്തിച്ചു പോയി. പിന്നെ ആ കൊച്ചുത്തരം പറയുമ്പോൾ നമുക്ക് അത് കേൾക്കാനല്ലേ. ഞാൻ അതാണ് 2 വട്ടം ചോദിച്ചത്. ഞാൻ അപ്പോഴാണ് ആ ഉത്തരം കേൾക്കുന്നത്, അപ്പോഴാണ് അവൻ്റെ വായന കേൾക്കുന്നത്, സഫ പറഞ്ഞിട്ടാണ്. ഓക്കെ, എനിക്ക് ഇതിൻ്റെ സത്യാവസ്ഥ ഇപ്പോഴും എനിക്ക് അറിയത്തില്ല. ആ കൊച്ചു പറയുന്നത് എനിക്ക് വിശ്വസിക്കാൻ പറ്റുള്ളൂ. കൊച്ചിനെ തല്ലി എന്നുള്ള കാര്യത്തിൽ ഞാൻ റിയാക്ട് ചെയ്തിട്ടുള്ളൂ. ഈ കൊച്ചു പറയുന്നത് സത്യമാണോ ഇല്ലയോ എന്ന് ഗണിച്ചറിയാൻ ഞാൻ പഠിച്ചവനല്ല, എനിക്ക് വഹി ഇറങ്ങത്തില്ല. മനസ്സിലായോ? ഞാൻ നോണ പഠിപ്പിച്ചു. ഞാൻ നോണ പഠിപ്പിച്ചു? എന്താ വാട്ട് ബാക്കി പറയത്ത എന്താ? അത്രയും തെറിയിലങ്ങ് നിർത്തുവാണ് അവള്, പറയാൻ പറ്റുന്നില്ല. ഓക്കെ, അവൾ അപ്പോഴും വീഡിയോയിൽ പറയാണ് രണ്ടും ഇല്ലാത്ത വീഡിയോ ആണ്. ഒന്ന് വേറെ, ഞാനിവിടെ കൊളാഷ് പോലെ ഇട്ടേക്കുവാണ്. അതായത് ഞാനിവിടെ ഇരിക്കുന്നു, ഇതെൻ്റെ ബാൽക്കണി, തൊട്ടപ്പുറം മതിലിൻ്റെ അവിടെ മേനാസ് നിന്നാലും ഞങ്ങൾ തമ്മിലൊരു ഇതുമില്ല. അവനവിടെ വന്ന് മതിൽ വന്ന് എന്തെങ്കിലും ചെയ്തിട്ടുണ്ടാവും. ഞാൻ എൻ്റെ വീട്ടിൽ ഇരിക്കുമല്ലേ, എനിക്കറിയത്തില്ല. ചിലപ്പോൾ രാത്രി കാണുമായിരിക്കും, പകല് കാണുമായിരിക്കും, പക്ഷെ നമ്മൾ തമ്മിലൊന്നും ഇല്ലേ കേട്ടോ. അതങ്ങനെയാണേ, നിങ്ങൾ വിശ്വസിക്കണേ. വമ്പൻ ടെസ്റ്റല്ലടി കള്ളിജി, നിങ്ങൾ പറഞ്ഞു കൊടുത്തത് ശരിയായില്ല. ഇങ്ങനെ വരഞ്ഞെടുത്ത ശരി. ആരടി കള്ളിച്ചി പറഞ്ഞു കൊടുത്തത്? ചിരട്ട മുറിച്ച് ഞാൻ പറഞ്ഞു കൊടുത്തിട്ടില്ല. ഇതിൽ തെളിവുണ്ടെങ്കിൽ കൊണ്ടുവാ കുട്ടാ, വെറുതെ ഇങ്ങനെ ഡയലോഗ് അടിക്കാണ്ട് കൊണ്ടുവാ. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ സ്ക്രിപ്റ്റ് ചെയ്തെന്ന് ഞാൻ പറഞ്ഞിട്ടുണ്ടെങ്കിൽ എൻ്റെ വായിന്ന് അങ്ങനെ ഒരു സംഭവം കൊച്ചിൻ്റെ അടുത്ത് വന്നിട്ടുണ്ടെങ്കിൽ റെക്കോർഡ്, ചാറ്റ്, എന്തെങ്കിലും ഒരു സാധനം നിനക്ക് കിട്ടുവാണെങ്കിൽ ഞാൻ യൂട്യൂബ് നിർത്തിപ്പോവാം. ഞാൻ പറഞ്ഞല്ലോ, ഞാൻ വാക്ക് പാലിക്കും. രണ്ടാളും ഉണ്ടല്ലോ അവിടെ, വേറെ മെഹനാസും ഉണ്ടല്ലോ. രണ്ടാൾക്ക് കഥ ഉണ്ടാക്കാനും നല്ല ആൾക്കാരല്ലേ. നിനക്ക് കണ്ടവൻ്റെ ഭർത്താവിനെ കൊണ്ടുപോകാനും നല്ല താല്പര്യമാണല്ലോ. ആദ്യപാലം മരിച്ചിട്ട് ആളെ അത്രയും കുറ്റം പറഞ്ഞിട്ട് ഇപ്പം 2 തന്തയുടെ സ്റ്റാൻഡാണ് നീ കാണിക്കുന്നത്. ഇപ്പം അയ്യോ മെഹനാസ് കൊന്നു, മെഹനാസ് അതാക്കി. നേരത്തെ എന്താണ്, റിഫയുടെ ഡ്രസ്സ് കാണുമ്പോൾ എനിക്ക് ദേഷ്യം വരുവാണ്. എടി ഉളുപ്പുണ്ടോ എടി നായെ? നിനക്ക് ഉളുപ്പുണ്ടോ? നിനക്ക് എന്തെങ്കിലും യോഗ്യത ഉണ്ടോ നിനക്കത് പറയാൻ? ഇനി തന്നെ നിന്നെ മെഹനാസ് ഇട്ടിട്ട് പോയി നിനക്ക് ഈ ഒരു മെഹനാസ് ഇട്ടിട്ട് പോയത് ഓക്കെ ഫൈൻ വാട്ട് എവർ. നിനക്ക് ഇപ്പോൾ ഈ ഉള്ള ഒരു സിറ്റുവേഷൻ ഉണ്ടല്ലോ, അത് നീ അർഹിക്കുന്നുണ്ട്. ബിക്കോസ് നീ അത്രയും പറഞ്ഞിട്ടുണ്ട് ആ മരിച്ച ആളെ പറ്റി. മരിച്ചെന്നുള്ളൊരു ഇതുപോലെ നീ കാണിച്ചിട്ടില്ല. ഒരു ദയ പോലും ഇല്ലാണ്ട് നീ അവിടെ ഇരുന്ന് അവനെ സപ്പോർട്ട് ചെയ്ത് ഇൻ്റർവ്യൂ ഉണ്ടാക്കിയിട്ട് അതേ ചാനലിൽ പോയിട്ട് നിനക്ക് ഈ ഗതികേട് വന്നിട്ടുണ്ടെങ്കിൽ കർമ്മ എന്നേ എനിക്ക് പറയാനുള്ളൂ. വീട്ടില് പറഞ്ഞില്ല. ഞാനപ്പോ വീട്ടിലേക്ക് പോയത് പിന്നെ എന്റെ പ്രേതമാണല്ലോ. എടി 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 കള്ളത്തി, സ്ക്രിപ്റ്റ് പറഞ്ഞോടുക്കും മര്യാദക്ക് പറഞ്ഞോടുക്കടി കള്ളിച്ചി, ഇങ്ങനെയല്ലേ നീ എന്നെ വിളിക്കാറ്? ഒരു മനസ്സുഖം. എടി മാങ്ങാത്തലച്ചി, സ്ക്രിപ്റ്റ് പറഞ്ഞോടുക്കുമ്പോൾ മര്യാദക്ക് പറഞ്ഞു കൊടുക്കടി. എന്റെ സ്ക്രിപ്റ്റ് ഇവിടെ ഏതൊരു, ഞാൻ പറഞ്ഞല്ലോ സ്ക്രിപ്റ്റ് കാണിക്കും. മാങ്ങാത്തൊലിച്ചിന്നോ ചിരട്ടത്തലിച്ചിന്നോ എന്ത് നീ എന്നെ വിളിച്ചാലും എനിക്ക് പ്രശ്നമല്ല. ഈ എലിമൂടത്തി പറയുന്നത് എൻ്റെ തലയിലോട്ട് എനിക്ക് രജിസ്റ്റർ ആവത്തില്ല. ബിക്കോസ് കുറേ പേര് എൻ്റെ അടുത്ത് പറയും അവൾക്ക് കൊച്ചുള്ളതല്ലേ അവളെ വെറുതെ വിടുക. കൊച്ചുള്ളവർ കാണിക്കുന്ന പ്രവൃത്തിയല്ലേ അവൾ കാണിക്കുന്നത്. കൊച്ചുള്ളവർ ഇങ്ങനെ ഡിവോഴ്സ് പോലും ആവാണ്ട്, എൻ്റെ ഡിവോഴ്സ് ആയിട്ടില്ല, അപ്പോൾ അങ്ങനെ ആവാത്ത ഒരാളെ അവൾ ഡിവോഴ്സ് ആയിട്ടില്ല, അപ്പോൾ അങ്ങനെ ആവാത്ത അവള്, ഇവർ രണ്ടുപേരും ഒന്നിക്കത്തില്ല. മനസ്സിലായോ? അത്രയും മൊറാലിറ്റി നോക്കുന്ന ഒരു പെണ്ണാണ് കൊച്ചൊക്കെ ഉണ്ടെന്നുണ്ടെങ്കിൽ. ഇവർ തിരൂർ ഒരുമിച്ച് പോയി സ്റ്റേ ചെയ്യാനും കൊച്ചുള്ള ആളല്ല ഈ ഒരുമിച്ച് ലല്ലുമായിട്ട് നിൽക്കുന്നത്. അപ്പോൾ അവിടെ എന്താ ഈ മൊറാലിറ്റി ഇല്ലേ? അവിടെ ഈ മൊറാലിറ്റി പോയോ?
അപ്പം അങ്ങനെയുള്ളവർ അനുഭവിക്കുകയാണെങ്കിൽ അനുഭവിക്കട്ടെ എന്ന് തന്നെ വിചാരിക്കുന്നുള്ളൂ. അങ്ങനെയുള്ളവർ നാണം കെടുന്നതിൽ പ്രത്യേകിച്ച് എനിക്കൊന്നും തോന്നുന്നില്ല. ബേസിക്കലി ഇപ്പം എന്ത് പറ്റിയാലും എനിക്ക് ആ ഒരു കൺസേൺ അവളെ പറ്റി ഇല്ല. അങ്ങനത്തെ അലച്ചി നോമ്പായി പോയി തട്ടനക്കിട്ട് എന്റെ തട്ടനിടായിരുന്ന മോള് ഇതിനകത്ത് തട്ടനിട്ടിട്ടില്ലല്ലോ. അല്ലെങ്കിൽ നോമ്പ് മാസത്തിൽ തട്ടനക്കിട്ട് ഇങ്ങനെ വന്നതല്ലേ. പബ്ബിലൂടെ നടക്കുന്ന പബ്ബിലൂടെ നടക്കുന്നതെന്ന് ഞാൻ പറഞ്ഞല്ലോ. എനിക്ക് അതിന് പ്രശ്നമില്ല കുട്ട. പക്ഷെ ഞാൻ പബ്ലിക്കലി എല്ലാം പറയുന്നുണ്ട്. റമദാൻ മാസത്തിൽ തട്ടോ കിട്ടും, ഈ വീഡിയോയിൽ തട്ടോ ഇല്ല. നോക്കേ, ഇത് പറയുന്ന ആരാന്ന് നോക്കോണേ. നീ പകുതി തട്ട നിന്റെ മുടി കാണാവാ വീഡിയോയിൽ, അത് തന്നെ റെഡിയല്ല. ഞാനിപ്പോൾ ഒരു തട്ടം എടുത്ത് എൻ്റെ തലയിട്ടാലും എൻ്റെ മുടി കാണുന്നെങ്കിൽ അത് സെയിം തെറ്റാണ്, മനസ്സിലായോ? തട്ട ഇടുമ്പോൾ ഫുള്ളി കവർ ചെയ്താണ് തട്ട ഇടേണ്ടത്. അപ്പം നീ കാണിക്കുന്നതും അത് തന്നെയാണ്. നീ എന്ത് ഡ്രസ്സാണ് ഇട്ടേക്കുന്നത്? ജീൻസ് ടോപ്പും, അതും അത്ര ഒരു ടൈറ്റ് ആയിട്ടുള്ളൊരു ജീൻസാണ് നീ ഇട്ടേക്കുന്നത്. അപ്പോൾ ഔറത്ത് മറച്ചിട്ടില്ല കുട്ടി. നീ ഔറത്തെന്ന് വെച്ചാൽ നീ ആണുങ്ങളുടെ കണ്ണ് പോകുന്ന രീതിയിലുള്ള ഡ്രസ്സുകളാണ് നീ ഇട്ടിരിക്കുന്നത്. അത് ശരിയല്ല. ഇസ്ലാമികപരമായിട്ട് നോക്കുമ്പോൾ അത് തെറ്റാണ്. പിന്നെ വേറെ സാധനം കാണാം. ഏതാ ലുക്ക്? സാരിയൊക്കെ എടുത്ത് സൈഡിൽ എന്താ കാണുന്നത്? കുറച്ച് സൂം ചെയ്യാം. അയ്യോ, വയറാണോ അത്? അയ്യോ, വയറാന്ന് തോന്നുന്നല്ലേ? റമദാൻ മാസം ഇത്രയും ദീനിപരമായിട്ടുള്ള കുട്ടി വയറ്. ബാക്കിലെന്താ? ചെമ്പരത്തി അല്ല, വേറെ എന്തോ ഒരു പൂവ്. പാട്ട് ഏതാണ്? ചെമ്പൂവേ പൂവേ ഓ നാണം കൊണ്ട് നെഞ്ചിൽ ചുറ്റിടോ. വടിച്ചവളെ. ഇനി അടുത്ത വീഡിയോ കേട്ടോ. അതാ ഓൾഡ് ഷോർട്സും അപ്പുറത്തെ ലല്ലുവിൻ്റെ ഷഡ്ഡിയും. ഈ ചെറിയ പോലെ ഷോർട്സ് എന്തായാലും കുട്ടിയുടെ അല്ല. കുട്ടിക്ക് എന്തായാലും ഇത്രയും വലിപ്പമില്ല. ഇത് ലല്ലുവിന് കയറൂല. എൻ്റെ ഒരു ഇത് വെച്ചിട്ട് ഇത് ലല്ലുവിൻ്റെ ഷോർട്സ് അല്ല, ഇങ്ങനത്തെ ഷോർട്സ്. അപ്പം താങ്കളുടെ വീട്ടിൽ താങ്കളുടെ ഷോർട്സ് ആണല്ലോ. ചിലപ്പം പർദ്ദയുടെ അടിയിൽ ഇടാനായിരിക്കും, നിക്കറായിട്ട് അല്ലേ? അതായിരിക്കും എൻ്റെ ഒരു ഇത്. പക്ഷെ അപ്പുറത്തെ ലല്ലുവിൻ്റെ ഷഡ്ഡി അതിപ്പോഴും വ്യക്തമായിട്ടില്ല കേട്ടോ. ഞാൻ പറഞ്ഞതേ ഉള്ളൂ, ക്ലിയർ ചെയ്യണമെന്നില്ല. കാരണം ക്ലിയർ ചെയ്താൽ നമുക്ക് പലതും ക്ലിയർ ചെയ്യേണ്ടി വരുമല്ലോ. അപ്പം ഞാൻ പറഞ്ഞതേ ഉള്ളൂ കേട്ടോ. നീ അല്ലാണ്ട് അമ്മമാരെ കൊണ്ടുവന്ന് ഇന്റർവ്യൂല് എടുത്തോ? ബുദ്ധി എന്ന് പറഞ്ഞ സാധനം ഉണ്ടോ? ഇതിന് വിവരമുണ്ടോ? നിനക്ക് ഉളുപ്പുണ്ടോ? ഇല്ലല്ലോ. നേരത്തെ പറഞ്ഞു ഇവൻ വീഡിയോ എടുത്തിട്ടില്ല, എനിക്ക് ഇൻസ്റ്റഗ്രാമിലൂടെ വന്നൊരു വീഡിയോ ആണ്, അങ്ങനെ ഡൗൺലോഡ് ചെയ്തതാന്ന്. അങ്ങോട്ട് കൂടെ കൂട്ടി മുട്ടുന്നില്ലല്ലോ മോളെ. കൂട്ടിമുട്ടുന്നില്ലല്ലോ മോളെ. എൻ്റെ ഇൻ്റർവ്യൂവിൽ അവൻ പറയുന്നത് അവൻ 2 വീഡിയോ അവൻ തന്നെ എടുത്തതെന്ന്. എൻ്റെ വീഡിയോയിൽ കൂട്ടിമുട്ടുന്നുണ്ട്. നിൻ്റെ വീഡിയോയും വരുമ്പോഴാണ് കൂട്ടിമുട്ടാത്തത്. എൻ്റെ വീഡിയോയിൽ അവൻ കള്ളം പറയുകയാണ്. ഞാൻ അവൻ്റെ അടുത്ത് ചോദിക്കും, മോനെ നീ ഇതല്ലല്ലോ കുറച്ച് മുന്നേ പറഞ്ഞതെന്ന് എനിക്ക് ചോദിക്കാൻ പറ്റും. പക്ഷെ നിൻ്റെ വീഡിയോയിലും എൻ്റെ വീഡിയോയിലും പറയുന്ന കാര്യമാണ് മാച്ച് ആവാത്തത്. അതിനെനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല, മനസ്സിലായോ? കൂട്ടിമുട്ടായ്മ വരുന്നതിന്. സഫന ലല്ലുവിനെ ഒരുമിച്ച് കണ്ടിട്ടുണ്ടോ? അത് കഴിഞ്ഞ് കണ്ടിട്ടില്ല. സഫന ലല്ലുവിനെ അന്ന് കണ്ടായിരുന്നു, ആ കൊച്ചു പറയുന്നു. ഓക്കെ, എന്താണ് ചിരിയ വീഡിയോയിൽ സഫ എല്ലാ വീഡിയോയിലും വന്ന് പറയുന്നുണ്ട്. എൻ്റെ റബ്ബേ, സഫ വരുന്നുണ്ട്. പണ്ട് ഞാൻ ലല്ലുവും യൂട്യൂബ് ചെയ്യുമ്പോഴത്തേക്ക് ലല്ലു പറയും, നീ യൂട്യൂബൊക്കെ ചെയ്ത് കുറേ പൈസ ഉണ്ടാക്കണം, എന്നിട്ടാണ് എനിക്ക് ഇങ്ങനെ കാല് നീട്ടി ഇവിടെ ഇരിക്കാൻ. എനിക്ക് തോന്നുന്നു അതേ സ്കീം ഇവളുടെ അടുത്ത് പറഞ്ഞിട്ടുണ്ടോ? യൂട്യൂബിൽ നിന്ന് കുറേ പൈസ കിട്ടും, നിങ്ങളിത് ഇത് വീഡിയോ ചെയ്യും. കാരണം ലല്ലു ഇതിലൊന്നും പ്രത്യക്ഷപ്പെടുന്നില്ലല്ലോ. അപ്പം നമ്മൾ ആലോചിക്കും, ഹീറോ ഇപ്പം എന്ത് ചെയ്യുന്നു? കാണണ്ടേ? പോയി നോക്കണ്ടേ? വാ നോക്കാം. അതാ ഹീറോ അവിടെ ഉമ്മയൊക്കെ കൊടുത്ത് ലാലപാടി നിൽക്കുക. ഓരോരുത്തർക്ക് ഇങ്ങനെ ജസ്റ്റ് ട്യൂസ്ഡേ കോമഡി, ട്യൂസ്ഡേ ഫൺ. കമോൺ, റമദാൻ മാസത്തിൽ ഉമ്മ കൊടുക്കുക. ഇതിപ്പോൾ എന്താണ്? ഉമ്മ കൊടുക്കുന്നതിന് പ്രശ്നമില്ല, നീ ഉമ്മ കൊടുക്കും കൂട്ടാ. പക്ഷെ നിന്റെ യുവതി ഇവിടെ ഇരുന്ന് ഘോരമായിട്ട് വീഡിയോ ഇടുന്നുണ്ട്. അത് നീ കുറച്ച് ബഹുമാനിക്കണം കേട്ടോ. നിനക്ക് വേണ്ടിയിട്ടാണ് ഇതൊക്കെ ചെയ്യുന്നത്, നിനക്ക് വേണ്ടിയിട്ടാണ് ഈ വെളുപ്പിക്കുന്നത്. ആ ഒരു നന്ദി വേണം. കണ്ട പെൺപിള്ളേർക്ക് ഇങ്ങനെ ഉമ്മ കൊടുത്ത് ഇരിക്കരുത്, മനസ്സിലായോ? ഹറാം പറഞ്ഞവനെ. എതിരെ കേസ് കൊടുത്തോന്ന് അറിയാൻ വേണ്ടി ചോദിക്കുന്നതായിരിക്കും. കാരണം CA അടക്കം ഇവളെ വിളിച്ചതാ മോളെ സ്റ്റേഷനിലേക്ക് വരാൻ. അഹങ്കാരി വന്നിട്ടില്ല. പിന്നെ നിന്റെ ഈ തീട്ട കേസ്, നീ കൊടുത്ത ഡീഫമേഷൻ കൊടുത്ത കേസ്, ഞാൻ ഉള്ള കാര്യം പറയുന്നതിന് ഞാൻ എന്തിനാണ് നിന്റെ സ്റ്റേഷനിലോട്ട് എന്തിനാ കെട്ടിയെടുക്കുന്നത്? ഞാൻ ഇവിടെ ഒരുത്തിന് വേണ്ടി FIR ഇട്ടു. ആ കേസ് തീരുമാനമായിട്ടില്ല. പോലീസിനെ വിളിച്ചു പറഞ്ഞു, തൃക്കാക്കര പോലീസിനെ വിളിച്ചു പറഞ്ഞു, നോ റെസ്പോൺസ്. പിന്നെ നീ ഈ കൊടുത്തേക്കുന്ന കേസിന് ഞാൻ ബസ്സിൽ ലൊടക്കെന്ന് വന്നിട്ട്, അയ്യോ സാറേ എന്നെ ഒന്നും ചെയ്യരുത്, ഞാൻ വീഡിയോ ഇട്ട് പോയി, ഞാൻ ഇനി ചെയ്യത്തില്ല, എനിക്ക് പറയാൻ സൗകര്യമില്ല, മനസ്സിലായോ?
എനിക്ക് പറയാൻ സൗകര്യമില്ല. നിന്നെ പോലെ നിന്റെ വക്കീൽ പറയുന്ന കേട്ട് അണ്ണാക്കിൽ പിരി വെട്ടിയിരിക്കാൻ എനിക്ക് പറ്റത്തില്ല. ഇതിപ്പോ അണ്ണാക്കിൽ പിരി നീ എന്തോ പറഞ്ഞായിരുന്നല്ലോ, അയ്യോ വക്കീൽ പറഞ്ഞു വീഡിയോ ഇടരുത്, പ്രതികരിക്കരുത്, ദൈവമേ എന്ത് കേട്ടാലും മിണ്ടായിരിക്കണേ, ദൈവമേ ഇതപ്പോ എന്താണ് യുവതി, എന്താണ് താങ്കൾ ഇവിടെ ചെയ്തുകൊണ്ടിരിക്കുന്നത്? എന്റെ മോനെ, എന്റെ വണ്ടി എത്ര ദിവസമായിട്ട് ആലുവയിൽ വെറുതെ കിടന്നറിയോ ഓടാണ്ട്. വാഗനറിൽ കൂട്ടാൻ വരാറുണ്ട്. എടാ എടാ ഓ എടി ഞാൻ അങ്ങ് പറയട്ടെ, ഇന്റർവ്യൂവിൽ ഇവളെന്താണ് പറയുന്നത്, വാഗണർ പഴയ ഒരു ആൾക്ക് ഓടിക്കാൻ കൊടുത്തു, വേറൊരു ഡ്രൈവർ ഇവർക്ക് ഉണ്ടായിരുന്നു, അയാൾ പൈസ തരുന്നില്ല, അത് കഴിഞ്ഞ് പെട്ടെന്ന് അടുത്ത ഡ്രൈവറിന് കൊടുത്തു. വാഗണർ അപ്പോൾ ഒറ്റപ്പെട്ട് കിടക്കുമെന്നാണ് യുവതി പറയുന്നത്. ഒരു വീഡിയോയിലോട്ട് പോവാം, ബാ. ശരിയാണ്, ഒറ്റപ്പെട്ട വാഗണറാണ് നമ്മൾ ഈ കാണുന്നത്, സത്യസന്ധമാണ്, ശരിയാണ്. അതാരാണ് അവിടെ ചുമപ്പും നീലയിട്ട് ഇരിക്കുന്നത്, നഖം കടിച്ചുകൊണ്ട് ഒരു യുവാവ് ഇരിക്കുന്നുണ്ട്, അതാരാണ് സഫ? ഒറ്റപ്പെട്ട വണ്ടിയുടെ അവിടെ ഒറ്റപ്പെട്ടിരിക്കുന്ന ചെറുക്കൻ, നിന്റെ ഊബർ ഓടിക്കുന്ന ആരാണത്? ലല്ലു അല്ലേ? ഇത് ഞായറാഴ്ച ദിവസമാണ്, അതായത് ഞാൻ പറഞ്ഞല്ലോ ലല്ലുവിനെ പൊക്കുന്ന ദിവസം, ഞായറാഴ്ച ദിവസം എടുത്ത വീഡിയോ ആണ് ഇത്. എടയപുരം സ്ഥലമാണ്. സോ എന്താണ് ലല്ലു നിന്റെ ഊബറായിട്ട് നടക്കുന്നത്? എനിക്ക് മനസ്സിലായില്ല. നാജി ഇല്ല, ലല്ലു മാത്രമേ ഉള്ളൂ ഊബറിന്റെ ഫ്രണ്ടിൽ. നിങ്ങൾക്ക് നോക്കിയാൽ മനസ്സിലാവും, ഡ്രൈവറും ഇല്ല, ആരും ഇല്ല, ലല്ലു ഒറ്റയ്ക്ക് ഇരിക്കുന്നു. ഇനി അത് ലല്ലു അല്ലെന്ന് പറയാൻ നീ പോവുകയാണെങ്കിൽ ഇതേ ഡ്രസ്സ് ഇട്ട് എൻ്റെ വീടിൻ്റെ മുറ്റത്ത് ചിരിച്ചുകൊണ്ട് വയ്ക്കുന്ന ലല്ലുവിനെയാണ് നിങ്ങളിപ്പോൾ കാണുന്നത്. അതാ കമോൺ സഫ, എന്താണ് ലല്ലു ആ വണ്ടിയായിട്ട് ചെയ്യുന്നത് ഒറ്റപ്പെട്ട പ്രാണപ്രദേശങ്ങളിൽ? ലല്ലു ആണല്ലോ ഇപ്പോൾ ഏതുവരെ വണ്ടി കൊണ്ട് നടക്കുന്നത്. ഇഷ്ടംപോലെ വീഡിയോസ് ഉണ്ട് കേട്ടോ അതിൻ്റെ, അതൊക്കെ ഞാൻ പിന്നീട് കാണിക്കുന്നതായിരിക്കും. പക്ഷെ ഞാൻ നിങ്ങളെ തെളിവെന്ന് പറഞ്ഞ് കുറേ നാളായിട്ട് കാണിക്കുന്നതുകൊണ്ട് ഞാൻ പറഞ്ഞതാണ്, എന്തുകൊണ്ടാണ് ലല്ലു ഈ വണ്ടിയായിട്ട് എല്ലായിടത്തും പോകുന്നത്? കമോൺ സഫ, ഗിവ് മീ ആൻ ആൻസർ, ഗിവ് us an answer. അതെങ്ങനെ ആൾക്കാരുടെ മുന്നിൽ നിന്ന് തല്ല? അറിയാൻ പാടില്ലാണ്ട് ചോദിക്കുക, കുറച്ച് ബോധമുള്ള ചോദ്യം കുട്ടിയെടുത്ത് ചോദിക്കാം കേട്ടോ. ആൾക്കാരുടെ മുന്നിൽ നിന്ന് അങ്ങനെ തല്ലാന്ന് ചോദിക്കുന്ന സംഭവം എന്താണെന്ന് വെച്ചാൽ, ലല്ലുവിൻ്റെ വീട്ടുകാരുടെ മുന്നിൽ നിന്ന് തന്നെ തല്ലിയിട്ടുണ്ട്. ഓക്കെ, ആൻഡ് മെഹനു എൻ്റെ പോഡ്കാസ്റ്റിൽ പറയുന്നുണ്ട്, മെഹനുവിൻ്റെ ഫാമിലി വേറെ മാമ ആരുടെയൊക്കെ മുന്നിൽ വെച്ചിട്ട് സഫ പ്രശ്നം ഉണ്ടാക്കിയിട്ട്, സഫ വീടിൻ്റെ മുറ്റത്തൊന്നും പ്രശ്നം ഉണ്ടാക്കി നാട്ടുകാരൊക്കെ കണ്ടിട്ടുണ്ട്, തല്ലിയിട്ടുണ്ടെന്ന്. ആ ഒരു ബേസിലാണ് ഞാൻ ചോദിക്കുന്നത്, എന്നെ തല്ലിയ ബേസിലാണ് ഞാൻ ചോദിക്കുന്നത്. അതായത് മെഹനാസ് പറഞ്ഞ കാര്യം സത്യമാണോ കള്ളാണെന്നൊന്നും എനിക്കറിയില്ല. എന്നെ തല്ലിയ ബേസിൽ നാട്ടുകാരുടെ മുന്നിൽ ആൾക്കാരുടെ മുന്നിൽ എന്താ ആൾക്കാരെ തല്ലാറില്ലേ? വീടിൻ്റെ ഉള്ളിൽ, ചുമരിൻ്റെ ഉള്ളിൽ, റൂമിൻ്റെ ഉള്ളിൽ കർട്ടനൊക്കെ അടച്ചിരുന്ന് മാത്രമേ തല്ല് കിട്ടാറുള്ളൂ? അല്ല, ചിലരുടെ ദേഷ്യം ചിലപ്പോൾ പുറത്ത് കാണിച്ചെന്നിരിക്കും. അപ്പം നിങ്ങൾ ഈ സൈക്കോ ഒരു സംഭവം കിടക്കുന്നതുകൊണ്ടാണ് ഞാൻ ചോദിച്ചത്, പുറമേ തല്ലുന്ന കണ്ടിട്ടുണ്ടോ എന്ന്. മനസ്സിലായോ? കള്ളത്തരം പറഞ്ഞിട്ട് കള്ളിച്ചി, നീ പറഞ്ഞു കൊടുക്കുമ്പോൾ മര്യാദക്ക് സ്ക്രിപ്റ്റ് പറഞ്ഞു കൊടുക്കണം. അവിടെ നിന്റെ കൂടെ നല്ല സ്ക്രിപ്റ്റ് ഉണ്ടാക്കാൻ പറ്റിയൊരു വ്യക്തി ഉണ്ടല്ലോ, അപ്പൊ രണ്ടാൾ കൂടി നല്ല രീതിക്ക് ചെക്കന് പറഞ്ഞു കൊടുത്ത് പഠിപ്പിക്കായിരുന്നു. ഇതാകെ കുളം തോണ്ടിട്ടുള്ളത്. കുട്ട, ഞാൻ പറഞ്ഞല്ലോ, എനിക്ക് അതിൻ്റെ ആവശ്യമില്ല. ആ കൊച്ചു പറയുന്നത് സ്ക്രിപ്റ്റ് ആണോ നാടകമാണോ എന്താണെന്ന് എനിക്കറിയത്തില്ല. കൊച്ചു കള്ളം പറയുന്നത് എന്നോടത്ത് പറഞ്ഞു തല്ലീന്ന്, അമ്മയ്ക്ക് ഇങ്ങനെ അസുഖവും കാര്യങ്ങളൊക്കെ പറയുമ്പോൾ നമ്മൾ സഹായിച്ചു. ആ സഹായം ഇപ്പോൾ പാമ്പ് കയറിയ പോലെ എൻ്റെ തലയിൽ വന്നിരിക്കുന്നത് ഞാൻ അറിഞ്ഞോ? ഞാൻ ഓൾറെഡി ഡിസ്ക്ലെയിമർ ഇട്ടല്ലോ. ഈ കുട്ടി രാഗത്തുണ്ട് സഫ, അതാണ്. ഈ കുട്ടിയുടെ അമ്മ വിളിച്ചിട്ട് പ്രശ്നമാണ്, ജോബിന് പോകാൻ പറ്റുന്നില്ല എന്നൊക്കെ പറഞ്ഞിട്ട് നാണം കെടുത്ത് എവിടെയെങ്കിലൊക്കെ ഇതിൻ്റെ സത്യം പറയണമെന്ന് പറഞ്ഞപ്പോൾ ഐ ടോൾഡ് എൻ്റെ ചാനലിൽ വന്ന് പറഞ്ഞു. സോ ഐ ആസ്ക്ഡ് വാട്ട് ഐ ഹാഡ് ടു ആസ്ക്. അവരുടെ ആൻസറിൻ്റെ ക്രെഡിബിലിറ്റി ഈസ് നോട്ട് ഇൻ മൈ ഹാൻഡ്സ്. ഉത്തരത്തിൻ്റെ സത്യസന്ധത എൻ്റെ കയ്യിലില്ല. മനസ്സിലാവുന്നുണ്ടോ സഫ? അതാണ് ഞാൻ പറയുന്നത്. കേട്ടോടി ചിരട്ട മുറിച്ചി. ബാക്കി കേൾക്കാന്നല്ല, ബാക്കി ഇനി കുറച്ച് കാര്യങ്ങളാണ് കേൾക്കാന്നല്ല. അപ്പോൾ ഇതിൽ വേറെ ഇൻ്റർവ്യൂവിൽ കൊണന്ന് കുറേ സംഭവം ഇങ്ങനെ പോകുന്നുണ്ട്. അപ്പോൾ കൊണ നമ്മൾ വെട്ടിച്ചുരുക്കുന്നു. ഇത്ര എനിക്ക് പറയാനുള്ളൂ. സോ ഈ വീഡിയോയിൽ വന്ന രണ്ട് എനിക്ക് മെസ്സേജ് വന്നായിരുന്നു, അപ്പോൾ നിങ്ങൾ ശ്രദ്ധിച്ചോളൂ കേട്ടോ. ഇത് സഫ ഇട്ട വീഡിയോയിൽ അവൾ ആ കൊച്ചിനെ അടിക്കുന്ന സൗണ്ട് ഉണ്ട് 2 വട്ടം, എന്നിട്ട് അത് കട്ടാക്കിയിട്ടിട്ടു. സൗണ്ട് എഡിറ്റ് ചെയ്ത് കട്ട് ചെയ്തിട്ടിട്ടുണ്ടെന്നാണ് പറയുന്നത്. ആ പോർഷൻ ഒന്ന് കാണിക്കുന്നത് ചോദിച്ചു. 22:55 to 23:05. ഓക്കെ, നിങ്ങൾ സഫയുടെ ചാനലിൽ പോയിട്ട് സഫയുടെ ആ വീഡിയോ എടുത്ത് നോക്കിയാൽ മതി. 22:55 to 23:05. ഇപ്പം തന്നെ നിങ്ങൾ പെട്ടെന്ന് എടുത്ത് നോക്കുക. കുറച്ച് കഴിയുമ്പോൾ ചിലപ്പോൾ ആ ഭാഗം ട്രിം ചെയ്തെന്നൊക്കെ വരും, നമുക്ക് പറയാൻ പറ്റത്തില്ല. അപ്പോൾ ആ ഭാഗം റെക്കോർഡ് ചെയ്ത് വെച്ചോളൂ നിങ്ങൾ. അതുവരെ കേട്ട് നോക്കൂ. എനിക്ക് തോന്നിയാണോന്ന് അറിയില്ല, ജസ്റ്റ് കേട്ട് നോക്ക്. എന്നിട്ട് ആ വോയിസിൽ അവൾ എന്തോ പറയുന്നുണ്ട്, പെട്ടെന്ന് കട്ടാകുന്നു, വീണ്ടും ഇടും. ഓക്കെ, അതൊന്ന് കേട്ട് നോക്കുക. എനിക്ക് തോന്നി അടിക്കുന്ന സൗണ്ട് പോലെ ഇന്നിട്ട വീഡിയോയിൽ. ഓക്കെ, ഞാൻ അത് കേട്ടു. ഒരാൾ പറഞ്ഞപ്പോൾ ഓക്കെ, ഞാൻ അത് വലിയ കാര്യമാക്കിയില്ല. പിന്നെ എനിക്കൊരു മെസ്സേജ് വന്നു, അല്ല
അത് ഞാൻ കുട്ടി പറയുന്നുണ്ട് അവൾ ആ കമന്റ് ഇട്ടായിരുന്നു, മീൻസ് തല്ലുന്ന സൗണ്ട് കേട്ടെന്ന് പറഞ്ഞപ്പോഴത്തേക്ക് ആ കമന്റ് ഡിലീറ്റ് ആക്കിയിരുന്നു. ആ കമന്റ് എന്തിനാണ് സഫ മുക്കിയത്? തല്ലിയെന്ന് ചോദിച്ചാൽ നിനക്ക് റിപ്ലൈ കൊടുത്താൽ പോലെ തല്ലിയിട്ടില്ലെന്ന്. നീ വീഡിയോയിൽ ഡയലോഗ് അടിക്കുന്നുണ്ടല്ലോ, അപ്പോൾ ആ ടൈം ഫ്രെയിം വെച്ചിട്ട് ഒരു കൊച്ചു കമന്റ് ഇടുമ്പോഴത്തേക്കും എന്തിനാണ് കമന്റ് മുക്കിയത്? കം ഓൺ സഫ, ഡോണ്ട് ഡു ദിസ്. പിന്നെ ഞാൻ എൻ്റെ വീഡിയോയിൽ വന്നിട്ട് കമന്റ് മുക്കി, എല്ലാം മുക്കലാണ്, എല്ലാം അങ്ങ് മുക്കിക്കൊണ്ട് പോകണം. മുക്കി ഇതൊക്കെ പൊങ്ങി വരുന്നൊരു ബോധം വേണ്ട കുട്ടിക്ക്. ഇത് സെക്കൻഡ് കമന്റ് വന്നു, സെക്കൻഡ് ഇതുപോലെ ചാറ്റ് വന്നു. സഫയുടെ പുതിയ യൂട്യൂബ് വീഡിയോയിൽ 22:55 to 22:59 ഇടയിൽ തല്ലുന്ന പോലെ സൗണ്ട് ഉള്ള പോലെ തോന്നുന്നു സ്പൈക്കുട്ടന്. ഓക്കെ, അപ്പോൾ 2 കമന്റ് വന്നപ്പോഴത്തേക്കാണ് ഞാൻ ശ്രദ്ധിക്കുന്നത്. എനിക്കൊരു സൗണ്ട് കേട്ടു. ഇനി നിങ്ങൾക്ക് ഇത് പറഞ്ഞതേ ഉള്ളൂ, നിങ്ങൾക്കിത് സത്യസന്ധമാണെന്ന് നോക്കാം, വീഡിയോ എടുത്ത് നോക്കാം. ഓക്കെ, യെസ്. ഇനി കുറച്ച് ചാറ്റുകളിലോട്ട് നമുക്ക് പോവാം. ഹലോ, ഫ്രീ ആകുമ്പോൾ ഒന്ന് വിളിക്കണേ, നമ്പർ ഞാൻ കാണിക്കുന്നില്ല. ഞാൻ ആലുവ ഉള്ളതാണ്, ലല്ലുവിനെ ഇപ്പോൾ കണ്ടു. ഇതെന്നാണ്? 18 ഫെബ്രുവരി. കണ്ടോ? സഫയുടെ കൂടെ ആണോ? സഫയുടെ കാറായിട്ട് പോകുന്നത് 8:10 ഒക്കെ ആയപ്പോൾ. ഓക്കെ, എടുക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ല, വീഡിയോ എടുക്കാൻ ഗ്യാപ്പ് കിട്ടിയില്ല, അപ്പോഴത്തേക്കും അവൻ പോയി. വേറെ ഒരു പയ്യനും ഉണ്ടായിരുന്നു ഇവൻ്റെ കൂടെ 18 ഫെബ്രുവരി. ഓക്കെ, അപ്പം ഇനി അടുത്തതിലോട്ട് പോവാം. അവളുടെ വീടിൻ്റെ അവിടെ വെച്ചാൽ കണ്ടേന്ന്. ഓക്കെ, അതും പറയുന്നുണ്ട്. അവളുടെ വീടിൻ്റെ അവിടെ വെച്ചാൽ കണ്ടേ. സ്ക്രീൻഷോട്ട് എടുത്ത് വെച്ച് ഇടരുത് കേട്ടോ. ഞാൻ ഫേസ് എന്തായാലും കാണിക്കുന്നത്, ചാറ്റിലെ മുഖവും ഫേസും ചാറ്റിൻ്റെ പേരൊന്നും കാണിക്കുന്നില്ല. കണ്ടപ്പോൾ അയച്ചതാ, ഞാൻ ഇവിടെ തന്നെ ഉള്ളതാ. ഇനി അടുത്ത ചാറ്റ് നിങ്ങൾ നോക്കിക്കോളൂ. ആലുവ എടയപ്പുറത്ത് ലല്ലുവിനെ സഫയും നടക്കുന്നത് കാണാമല്ലോ. 22 ഫെബ്രുവരി. യെസ്, എടയപുരം. ഓക്കെ, ഇനി 25 ഫെബ്രുവരി സൺഡേ. കുറച്ച് മുമ്പ്, സൺഡേ ആണെന്ന് എനിക്കറിയില്ല, 25 ഫെബ്രുവരി. കുറച്ച് മുമ്പ് എക്സാക്ട്ലി 10:30 PM ലല്ലുവിനെ പോലെ ഒരാൾ കണ്ടു. ഹി വാസ് വെയറിങ് എ മാസ്ക് വെച്ചിട്ട് അല്ലേനി ഇപ്പോൾ നടക്കാറുള്ളൂ. മാസ്ക്. സോ ഞാൻ ഇതിൽ ഈ ചാറ്റിൽ പ്രധാനമായിട്ട് ഉദ്ദേശിച്ചത് എന്താണെന്ന് വെച്ചാൽ, ഓൾസോ അവൻ പോയത് ഒരു വാഗണർ ടാക്സി കാറിലായിരുന്നു. എന്താണ് വാഗണർ ടാക്സി കാർ ആർക്കാണ് ഇപ്പോൾ ഉള്ളത്? എൻ്റെ ഒരു ഓർമ്മയിൽ ശരിയാണെങ്കിൽ ഈ പാവപ്പെട്ട ഈ സ്ത്രീക്കാണ്, സഫയ്ക്കാണ് ഈ വാഗണർ ഉള്ളത്. അപ്പോൾ ലല്ലു വാഗണറായിട്ട് നടക്കുന്നുണ്ട്. എന്താ അതിൻ്റെ ഒരു സൈക്കോളജി എനിക്ക് മനസ്സിലാവുന്നില്ല കേട്ടോ. എൻ്റെ വീഡിയോസ് കാണുന്നതുകൊണ്ട് കാർ കണ്ടപ്പോൾ തന്നെ കൺഫേം ചെയ്തു. ഓക്കെ, ഇനി വേറൊരു ചാറ്റ്. തേഴ്സ്ഡേ. ഓക്കെ, ദിസ് തേഴ്സ്ഡേ. ഇപ്പോൾ ലല്ലുവിനെ സഫയും വാഴക്കാലമുണ്ട്. ഓട്ടോയ്ക്ക് പോകാനാണ്, അതുകൊണ്ട് എടുക്കാൻ പറ്റിയില്ല, വീഡിയോ എടുക്കാൻ പറ്റിയില്ലെന്ന്. ലല്ലു ആണ് കാറിൽ നിന്ന് ഇറങ്ങിയത്. എന്നിട്ട് സഫേനോട് എന്തോ ചോദിച്ചിട്ട് മൊബൈൽ ഷോപ്പിലേക്ക് കയറിയിട്ടുണ്ട്. ഓക്കെ, വാഴക്കാല ഭാഗത്ത് കണ്ടിട്ടുണ്ട് മൊബൈൽ ഷോപ്പിൽ. ആൻഡ് ഇത് മൊബൈൽ ഷോപ്പിൽ കൺഫേം ചെയ്ത ഒരു കാര്യമാണ്. യെസ്, ലല്ലു സഫയും മൊബൈൽ ഷോപ്പിൽ വന്നായിരുന്നു. അപ്പോൾ കേസിൻ്റെ കാര്യം സംസാരിക്കാനായിരിക്കുമല്ലേ? കാരണം നിങ്ങൾ കേസിൻ്റെ ആവശ്യത്തിന് മാത്രമല്ലേ കാണാറുള്ളൂ. അത് ഇപ്പോൾ ഹെൽപ്പിംഗ് ആയോ? ഊബർ ഡ്രൈവറിനെ പോലെ ഡയപ്പർ മാറ്റാൻ, സ്റ്റെപ്പ് കയറി ഇറങ്ങാൻ, ഇറങ്ങാൻ, കയറ്റാൻ, അങ്ങനെ ഹെൽപ്പിനായിരിക്കുമല്ലേ? ഓക്കെ, ഇതേ ദിവസം വേറെ ആളും മെസ്സേജ് ഇട്ടുണ്ട് കേട്ടോ. ഇന്ന് ലല്ലുവിനെയും സഫേനെയും കണ്ടു. തേഴ്സ്ഡേ 7:17 എവിടെ വെച്ച് വീഡിയോ എടുത്തിരുന്നു? ഇല്ല, എത്താത്ത വാഴക്കാല വെച്ചിട്ട്. ഓക്കെ, മൊബൈൽ ഷോപ്പിലാണെന്ന് ഞാൻ അങ്ങോട്ട് ചോദിച്ചു. ബിക്കോസ് ആദ്യം വന്ന മെസ്സേജിൽ മൊബൈൽ ഷോപ്പാന്ന് പറഞ്ഞല്ലോ, ആന്ന് പറഞ്ഞു. അപ്പം ഞാൻ പറഞ്ഞു വേറെ ആളും പറഞ്ഞായിരുന്നു എന്ന്. ഓക്കെ, സോ സഫ, എന്താണ് നിങ്ങളുടെ ഈ കറക്കമൊക്കെ നിങ്ങൾ കുറച്ചുകൂടെ പ്രൈവറ്റ് ആക്കണം എന്നാണ് എനിക്ക് പറയാനുള്ളത്. പിന്നെ ഈ യുവതി ഒരു നാൾ എപ്പോഴോ പറഞ്ഞായിരുന്നു ഞാൻ ഗോവയിൽ പോയിട്ടുണ്ടെന്ന് പറഞ്ഞൊരു ചാറ്റ് കേട്ടിട്ടുണ്ടായിരുന്നു. ഞാൻ പണ്ട് ഗോവയിൽ പോയ സ്റ്റോറി റീപോസ്റ്റ് ചെയ്തപ്പോഴത്തേക്ക് ഞാൻ എൻ്റെ വീട്ടിൽ കിടന്നുറങ്ങി രാവിലെ എണീക്കുമ്പോഴത്തേക്ക് ഞാൻ കാണുവാണ് ഇവളുടെ സ്റ്റോറി. ഗോവയിലൊക്കെയാണ് ബസ്മിന. ഗോവയിലില്ലായിരുന്നു കുട്ടാ. അപ്പം നിനക്കും ഇങ്ങനെ അബദ്ധങ്ങൾ പറ്റാറുണ്ട്. അതുപോലെ തന്നെ ഇൻ്റർവ്യൂവിൽ വന്ന ആൾക്കാരിരുന്ന് കള്ളം പറയുകയാണെങ്കിൽ എനിക്ക് അതിനൊന്നും ചെയ്യാൻ പറ്റത്തില്ല. ഞാൻ പറയുന്ന കാര്യങ്ങൾ ഇപ്പം ഞാൻ കൊണ്ടുവന്ന ഈ തെളിവ്, നിന്റെ ഊബർ വണ്ടിയായിട്ട് ലല്ലു ഇറങ്ങുന്ന കാര്യം, അവൻ്റെ ഷഡ്ഡി, ഈ മാങ്ങാത്തോലി കാര്യങ്ങളൊക്കെ വിട്ടിട്ട് ഞാൻ ചോദിച്ചതിന് ഉത്തരം താ, എൻ്റെ ചോദ്യങ്ങൾക്ക് ഉത്തരം താ, എന്നിട്ട് ആ ഡിവോഴ്സ് അങ്ങോട്ട് വാങ്ങിച്ചു താ. മനസ്സിലായോ? ഇവള് വമ്പൻ ഡയലോഗ് അടിക്കുന്നുണ്ട് എൻ്റെ അടുത്ത്. ഹീ ഈസ് നോട്ട് യുവർ ഹസ്ബൻഡ്, സോ ദർ ഇസ് നത്തിങ് ടു കൺവിൻസ് യു ഓഫ്. എൻ്റെ ഹസ്ബൻഡ് എങ്ങനെ ആവാണ്ടിരിക്കും മോളെ? ഡിവോഴ്സ് ആവാത്തൊരു പക്ഷം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കണം. നിങ്ങളിത് അറിയണം പ്രേക്ഷകരെ. ഡിവോഴ്സ് ആവാണ്ട് എങ്ങനെയാണ് ഹസ്ബൻഡ് ആവാണ്ടിരിക്കുക? എനിക്ക് അയാളെ വേണ്ടെന്നല്ലേ പറഞ്ഞിട്ടുള്ളൂ. ഹസ്ബൻഡ് തന്നെയല്ലേ ഇപ്പോഴും. പേരിന് ഹസ്ബൻഡ് എന്നൊരു പേര് ആ മൊണ്ണയ്ക്ക് കിടക്കുന്നില്ലേ? ഡിവോഴ്സ് തന്നിട്ടില്ലല്ലോ. സോ എന്നെ കൺവിൻസ് ചെയ്യാൻ നിനക്ക് താല്പര്യമില്ല എന്നല്ല അതിൻ്റെ സത്യം. കൺവിൻസ് ചെയ്യാൻ ഈ ചിരട്ട മുറിച്ച് എങ്ങനെ കൺവിൻസ് ചെയ്യുക? ഈ ചെക്കനായിട്ട് ഇങ്ങനെ നടക്കുകയല്ലേ ചിരട്ട മുറിച്ച്. അപ്പോൾ കൺവിൻസ് ചെയ്യാൻ പറ്റത്തില്ല കുട്ടാ. നാട്ടുകാർ കൺവിൻസ് ചെയ്യാൻ പറഞ്ഞു, നിനക്ക് കൺവിൻസ് ചെയ്യാൻ പറ്റുന്നുണ്ടോ? ഇല്ല. ബിക്കോസ് എന്തുകൊണ്ടാണ്? നിനക്ക് മനസ്സിലായോ? അപ്പോൾ അടുത്ത വീഡിയോയിൽ കാണാം. ചാ ബൈ ബൈ, സീ യു. പബ്ബിലൂടെ കറങ്ങി നടക്കുന്ന ഹസ്ബൻഡ് സാക്കിർ, പരസ്യമായിട്ട്, നിഴലിലൂടെയല്ല കേട്ടോ.
സുളിവിലൂടെ അല്ല, ചുളിവിൽ ഞാൻ നടക്കാറില്ല, പരസ്യമായിട്ടാണ് ഞാൻ നടക്കാറ്. ചുളിവിൽ എന്തെങ്കിലും ചെയ്യുന്നവർ പേടിച്ചാൽ മതി. അടുത്ത വീഡിയോ കാണാം.